കുമ്പളയിൽ അനധികൃതമായി കടത്തിയ മണലും ടിപ്പർ ലോറിയുമായി ഡ്രൈവറെയും വാഹന ഉടമയെയും കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. മണൽക്കടത്തിന് വഴിയൊരുക്കിയ ആളെ തിരഞ്ഞ് പോലീസ്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. കുമ്പളയിൽ അനധികൃതമായി മണൽ കടത്തിയ സംഭവത്തിൽ ടിപ്പർ ലോറി ഡ്രൈവറെയും ലോറി ഉടമയെയും കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. മണൽ കടത്തുന്നതിന് പറമ്പിലൂടെ റോഡുണ്ടാക്കി കൊടുത്ത ആളെ പിടികൂടുന്നതിന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുഴയോരങ്ങളിൽ അനധികൃത മണൽ കടത്ത് അതിരൂക്ഷമാവുന്നതിനിടയിലാണ് പോലീസ് നടപടി. കുമ്പള ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നിർദ്ദേശമനുസരിച്ച് SI-മാരായ കെ സനിത്, അനന്തകൃഷ്ണൻ ആർ മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റൈഡ്. മണൽ കടത്തുകയായിരുന്ന ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തു. ടിപ്പർ ലോറി ഡ്രൈവർ ചേപ്പിനെടുക്ക സ്വദേശി മൊയ്തീൻ കുഞ്ഞി, ടിപ്പർ ഉടമ ഷിറിയ ഒളയത്തെ കബീർ എന്നിവരാണ് അറസ്റ്റിലായത്. മൊയ്തീൻ കുഞ്ഞിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ടിപ്പർ ലോറി ഉടമയെ കോടതിയിൽ ഹാജരാക്കി. സർക്കാർ മുതൽ മോഷണ കേസാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പുത്തികെ പുഴയിലെ പാച്ചാണയിൽ നിന്ന് ടിപ്പറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന പുഴമണലാണ് പോലീസ് പിടികൂടിയത്. പുഴമണലുമായി ടിപ്പർ അതിവേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്ന മൊയ്തീൻ കുഞ്ഞിയെ പുത്തികയിൽ വെച്ചാണ് പിടികൂടിയത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ടിപ്പർ ഉടമയെയും കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ പരിധിയിലെ മണൽ കടത്തിനെതിരെ കർശന നടപടി തുടരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.